ഹേ ഗൈസ്, അപ്പോൾ നമ്മളെ വേറെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു ഡ്രീം ബൈക്ക് സ്വന്തമാക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ഞാൻ വീട് മുതൽ നടന്നു വരെയാണ് വന്നത്. കാരണം തിരിച്ചു വരുമ്പോൾ ട്രെയിൻ പോകുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ എടുത്തു കൊണ്ടുവന്ന ബൈക്കും കൊണ്ടുപോകണം. അപ്പോൾ അതൊരു കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെയാണ് നടന്നിട്ടാണ് വന്നത്. അപ്പം ഞാൻ ഫുള്ളും നടന്നിട്ടൊന്നല്ല വന്നത്. കുറച്ച് ഇങ്ങോട്ടേക്കാളും നമ്മൾ സ്പൈഡർമാൻ്റെ മൂഡ് ഓണാക്കി പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ എൻ്റെ ഡ്രീം ബൈക്കാണ് ഗൈസ് ഇത്. അപ്പോൾ ഞാനിത് നൈസായിട്ടൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് നാളെ കിട്ടാൻ പോകുന്നൊരു കാറാണിത്. അപ്പോൾ ഇത് നാളെ എങ്ങനെയെങ്കിലും എടുക്കണം. അപ്പോൾ ഗൈസ്, ഈ ബജാജിൻ്റെ ഈ ഒരു ബൈക്ക്, ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ബൈക്കാണ്. ഓക്കെ, നമുക്ക് വണ്ടിയിലേക്ക് ഐശ്വര്യമായി കയറാം. ഓക്കെ, നമുക്കൊന്ന് നൈസായിട്ടൊന്ന് എടുക്കാൻ വണ്ടി. ഇതിൻ്റെ കൺട്രോളിങ് ഗൈസ് പക്ക കൺട്രോളിങ് ആണ് കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി എൻ്റെ നേരെ കുഴപ്പമില്ല, സില്ല നമ്മളെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി വിട്ടുപോയതാണ്. ഓക്കെ, ഇനി നേരെ നമുക്ക് നമ്മളെ എന്താണ് പറയുക, നമ്മളെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം. നമ്മളെ ഗ്യാരേജിലേക്ക് പോവാം. ഇത് മോഡിഫിക്കേഷൻ ചെയ്യാൻ കൊണ്ട് പോക്കാണ്. അയ്യോ ഗൈസ്, ചെറുങ്ങിനൊന്ന് ഡ്രിഫ്റ്റ് ആയിപ്പോയി. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യമായിട്ടല്ല ഞാൻ എന്താ പറയുക, ഇങ്ങനത്തെ നല്ല സ്പീഡുള്ള ബൈക്ക് ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ചെറിയ കൺട്രോളിങ് കാര്യങ്ങളും പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒരു പ്രശ്നം ആക്കാണ്ട് എടുക്കുക മാക്സിമം. ഓക്കെ, നമുക്കിവിടെ നമ്മളെ വണ്ടിയുടെ കളറ് ബ്ലാക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിനി ഗ്ലാസ് കളർ ഇവിടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ടൈൽ ലൈറ്റാ വയ്യ? ബാക്ക് ലൈറ്റൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഹോണ് മാറ്റണോ? അയ്യയ്യയ്യയ്യേ, നമ്മളെ മറ്റേ ഫോണ് ബുള്ളറ്റിനായിട്ട് എടുത്തതാണ്. ഓക്കെ, നമുക്കിനി വീലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഈ വീലിടാം. എന്നിട്ട് സസ്പെൻഷൻ നല്ലോണം ലോ ചെയ്തേക്കാം. വീൽ സൈസാണ് ഗൈസ് എന്ന വിഷയം. ഓക്കെ, നമുക്കെന്നാൽ ഇത്ര ഒരു ഈ സൈസ് മതി. ഓക്കെ, ഇനി കുറച്ച് പൊടിക്കുക മതി. ഇനി റിംഗ് കളറ് നമുക്ക് ഓറഞ്ച് അടിക്കണം. KTM ബൈക്കിനൊക്കെ ഉണ്ടാകുന്ന പോലത്തെ. പക്ഷെ വേണ്ട, നമുക്ക് കറുപ്പടിച്ചേക്കാം. കറുപ്പടിക്കാം. കറുപ്പ് മൊത്തം ഒരു മാഫിയ ഗാങ്സ്റ്റർ. ഓക്കെ, നമുക്ക് സ്റ്റിക്കർ വേണം, ലെഫ്റ്റും റൈറ്റും. നമുക്ക് നേരെ ലെഫ്റ്റിലേക്ക് പോകാൻ ആദ്യം. നമ്മൾ ഇവിടെ. ഓക്കെ ഗൈസ്, പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അപ്പുറത്തും അതേ സ്റ്റിക്കർ ഒട്ടിക്കണം. ഓക്കെ, അപ്പുറത്തും അതേ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ എവിടെയാണോ മഡ് ഫ്ലാപ്പിൽ നമുക്കൊന്നും സ്റ്റിക്കർ ഒന്നും ഒട്ടിക്കണ്ട. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് മഡ് ഫ്ലാപ്പിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. സൈഡിലൊക്കെ പിന്നെ കുഴപ്പമില്ല. പിന്നെ കാറിലൊക്കെ എനിക്ക് ബാക്കിലും ഞാൻ ഇടയ്ക്ക് സ്റ്റിക്കറൊക്കെ അടിക്കും. അപ്പോൾ നമ്മൾ ബ്രേക്കൊക്കെ വെച്ച റേസിംഗ് ആണ്. സ്മോക്ക് കളർ കറുപ്പിടാം. എന്താണെന്ന് അറിയില്ല, എനിക്ക് കറുപ്പാണ് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട കളർ. പുറത്ത് ഗ്യാരേജിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വെയിൽ പോലെയാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം.
നമുക്ക് വീട്ടിൻ്റെ ഗാരേജിലേക്ക് വണ്ടി പാർക്ക് ചെയ്യണം, എന്നാലേ സേവ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഓക്കെ 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 നമ്മൾ ചെറിയൊരു ഡ്രിഫ്റ്റ് എടുത്തിട്ടുണ്ട് അവിടുന്ന്. അയ്യോ 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 അയ്യോ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സ്വിഫ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു താർ ജീപ്പും കൂടി എടുത്തിട്ടുണ്ട്. എനിക്കെന്നാൽ ഈ താർ ജീപ്പ് മെയിൻലി ഞാൻ എടുക്കലൊന്നുമില്ല. പിന്നെ എന്തായാലും ഞാൻ ബൈക്കൊന്ന് ഇവിടെ പാർക്ക് ചെയ്യട്ടെ. അപ്പം എനിക്കിപ്പോൾ തൊണ്ടക്ക് ചെറിയ കുഴപ്പമുണ്ട്, എന്താണെന്നറിയില്ല. ഇടക്കിടക്ക് തണുപ്പ് പിടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഇടക്കിടക്ക് സംസാരിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു വിഷയാക്കാണ്ട് എന്നെടുക്കുക. ഓക്കെ, നമുക്ക് വണ്ടിയിലൊന്നും പാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, വീട്ടിലൊരു ചങ്ങായി ഉണ്ടല്ലോ. ഒരു ചങ്ങായിനാണല്ലോ വീട്ടിൽ. ഓക്കെ യെസ്, നമ്മളെ വീട്ടിലൊരു ഓക്കെ ചങ്ങായി ഇതിൽക്കൂടെ പോകുന്നുണ്ട്. ബോത്ത് ബോറ്. അപ്പോൾ ഗൈസ് ഒരു മോത്ത് ബോറോ അങ്ങനെ എന്തോട്ടും പറയുന്നുണ്ട്. മോത്ത് ബോറോ പെഹലി കുച്ച് മേരെ ബത്താവോ ബേട്ടാ ആട് മോത്ത് ബോർ പോവാണോ. ഓക്കെ, നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ തന്നെ ഇടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ ഇടണമെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ ഗൈസ്, ഈ വീടിന് ഏകദേശം ഒരു 30K ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഫേസ് റീഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ യൂട്യൂബിൽ ഇടണമെന്ന് വിചാരിച്ചാണ് ഗൈസ്. അപ്പോൾ ഇത് എന്താ പറയുക, ഞാൻ യൂട്യൂബിൽ ഇടണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത് എനിക്ക് ചെറിയ എന്താ പറയുക, ചെറിയ പ്രോബ്ലങ്ങൾ കാരണം ഇടാൻ കഴിയില്ല. ഇതൊക്കെ യൂട്യൂബിലേക്ക് ഇടേണ്ട വീഡിയോസാണ്. ഇത് യൂട്യൂബിലേക്ക് ഇടേണ്ടല്ല, ഇത് ഞാൻ ഡൗൺലോഡ് ആക്കിയതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ മ്യൂസിക്കൊക്കെ ഡൗൺലോഡ് ആക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്, ജ്യൂസ് മ്യൂസിക് ഡൗൺലോഡർ. അപ്പോൾ ഗൈസ്, അത് നല്ലൊരു മ്യൂസിക് ആപ്പാണ്. നമുക്ക് MP4ഉം MP3യും എല്ലാം നല്ല പക്ക ക്ലിയർ തന്നെ കിട്ടും നമുക്ക്. പിന്നെ അതല്ലാണ്ട് സാധാരണ പോലെ ഇവർ എന്താ പറയുക, മാക്സിമം നല്ല MP കുറച്ചിട്ടാണ് വരുന്നത്. ഇതൊക്കെ എന്താ പറയുക, നിങ്ങളൊരു വിചാരിക്കും ഒരു സിനിമ, നമുക്ക് സിനിമയെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു സിനിമ ഏകദേശം 30 MB വരുന്ന സിനിമ ഉദ്ദേശിക്കുക. പക്ഷെ നമുക്ക് ഈ ജ്യൂസ് ഡൗൺലോഡറിൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക 20 അല്ലെങ്കിൽ 15 MB ഉള്ളിൽ തരും. അപ്പോൾ അത്രയും നല്ല കുറവ് MBയിലാണ് ഇവർ തരുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ നെറ്റ് ഫാസ്റ്റ് ആയതുകൊണ്ടായിരുന്നല്ല, എൻ്റെ നെറ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, വെറും 4G നെറ്റ്വർക്കാണ്. അപ്പോൾ 4G നെറ്റ്വർക്കിൽ അപ്പോൾ 4G നെറ്റ്വർക്കിൽ എനിക്ക് അത്യാവശ്യം അല്ല. അതെന്ത് സംഭവം ചങ്ങായി എവിടുന്ന് എന്താക്കണേ? ചങ്ങായി എവിടുന്ന് എന്താക്കുന്നേ? അല്ല, ആടെ ചങ്ങായി ആക്കുന്നുണ്ട്. ഞാൻ മിനിറ്റ് എൻ്റെ ചങ്ങായി എന്തൊക്കെയോ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിർത്തി എവിടെയായിരുന്നു? അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ലോണം എന്താ പറയുക,
ഇത് നല്ല MB കുറച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ മ്യൂസിക് ഇൻസ്റ്റാൾ ആക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഇൻസ്റ്റാൾ ആക്കാം. ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങളെ ഇഷ്ടം പോലെ തന്നെ അതിൽ വേണ്ടിക്കലും ഇൻസ്റ്റാൾ ആക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.